ഇന്ന് നമ്മൾ യുണൈറ്റഡ് കിങ്ഡം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന രാജ്യം 18-ാം നൂറ്റാണ്ട് വരെ നിലവിലുണ്ടായിരുന്നില്ല. പകരം ബ്രിട്ടീഷ്, വെയിൽസ്, സ്കോട്ടിഷ്, ഐറിഷ് എന്നീ ദേശീയതകൾ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇതിൽ മറ്റ് 3 ദേശീയതകളെക്കാളും സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടും പ്രബലമായിരുന്നത് ഇംഗ്ലണ്ടായിരുന്നു. ഇംഗ്ലണ്ടുകാർ മറ്റുള്ളവരെ ഡോമിനേറ്റ് ചെയ്യുകയും ഇംഗ്ലീഷ് വാല്യൂസിൽ അടിസ്ഥാനമാക്കി ഒരു രാജ്യം നിർമ്മിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. 1707 ആക്ട് ഓഫ് ദി യൂണിയൻ എന്ന നിയമപ്രകാരം ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡിനെ തങ്ങളുടെ ഭാഗമാക്കി മാറ്റി. യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ നിലവിൽ വന്നു. സ്കോട്ടിഷ് ഐഡന്റിറ്റിയെ തന്നെ ഇംഗ്ലീഷുകാർ ഇല്ലാതെയാക്കി. അയർലൻഡിൽ കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും പ്രബലരായ മതവിഭാഗങ്ങളായി നിലകൊണ്ടിരുന്നു. ഇവരിൽ ബ്രിട്ടീഷുകാർ പ്രൊട്ടസ്റ്റന്റുകാരെ പിന്തുണയ്ക്കുകയും അവരുടെ സഹായത്തോടുകൂടി അയർലൻഡിനെ ബ്രിട്ടന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തു. ദീർഘനാളത്തെ പോരാട്ടത്തിനൊടുവിൽ 1921 നോർത്തേൺ അയർലൻഡിലെ ചില പ്രോവിൻസസ് ഒഴികെ ബാക്കി എല്ലാ ഐറിഷ് പ്രോവിൻസസും ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. നോർത്തേൺ അയർലൻഡ് ഇന്നും യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമാണ്. ബ്രിട്ടൻ, വെയിൽസ്, സ്കോട്ട്ലൻഡ്, നോർത്തേൺ അയർലൻഡ് എന്നിവ അടങ്ങിയതാണ് യുണൈറ്റഡ് കിങ്ഡം എന്ന രാജ്യം. വെയിൽസ് എന്ന പ്രദേശം വളരെ മുമ്പ് തന്നെ ഇംഗ്ലണ്ടിന്റെ ഭാഗമായി കഴിഞ്ഞതാണ്. 1282 എഡ്വേർഡ് 1 രാജാവ് വെയിൽസ് കീഴ്പ്പെടുത്തുകയായിരുന്നു. മാപ്പ് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ് എന്നിവ 3 ഒരു ഐലൻഡിന്റെ ഭാഗമാണ്. ഈ ഐലൻഡാണ് ഗ്രേറ്റ് ബ്രിട്ടൻ എന്നറിയപ്പെടുന്നത്. ഇതിനോടുകൂടി നോർത്തേൺ ഐലൻഡും കൂടി വരുമ്പോഴാണ് യുണൈറ്റഡ് കിങ്ഡം എന്ന രാജ്യം പൂർണ്ണമാകുന്നത്.